ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാറ്റർഡേ എടുത്തിട്ടുള്ളതാണ്. സാറ്റർഡേ രാവിലെ തന്നെ ആമി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആമിക്ക് ഇപ്പോൾ എക്സാം നടക്കുവാണ്. അപ്പോൾ എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ. അപ്പോൾ ഇന്ന് ഉച്ചവരെയാണ് അവർക്ക് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് എന്നെ ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും മാത്രമാണ് കഴിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ലഞ്ചൊക്കെ എനിക്കിനി ചെയ്യേണ്ട കാര്യമില്ല, കാരണം തലേ ദിവസത്തെ കറികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നൊന്ന് പുറത്തും കൂടി പോകുന്നുണ്ട് കേട്ടോ. സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ തന്നെ കാണുമല്ലോ. അങ്ങനെ രാവിലെ തന്നെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം, മോളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ല മഞ്ഞും നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസം വരേക്കും നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് തുടങ്ങും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചെമ്പാവരി പുട്ടും പയറും പപ്പടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് നിറബറയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സാധാരണ എപ്പോഴും ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ നിറബറയുടേത് എടുത്ത് നോക്കിയതാണ്. പക്ഷേ അത് ഡബിൾ ഹോഴ്സിൻ്റെ അത്രയും ടേസ്റ്റ് പോരാ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് രാവിലെയാണ് വന്നത്, നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതെന്തായാലും പുറത്തൊക്കെ പോവല്ലേ, അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഒന്ന് നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ദിവസമായി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്, ഒരാഗ്രഹം, അതുകൊണ്ട് ഇട്ടതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സെൽഫ് കെയറും സെൽഫ് ലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് വീട്ടമ്മമാർ. നമുക്ക് ഒന്നിനും നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും വേറെ ആരും വന്ന് ചെയ്തു തരത്തില്ല. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത് മാന്യമായിട്ട് ജീവിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എല്ലാത്തിനും കൂടി ഒരു വില നമ്മൾ കൊടുക്കണം. ഒരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സമയം, അതായത് വീട്ടുജോലികളും കുട്ടികളുടെയും ഭർത്താവിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി മാറ്റി വയ്ക്കുക. എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ വേണം. കാരണം പിന്നീട് നമുക്ക് ഭാവിയിൽ, അതായത് വയസ്സൊക്കെ ആയതിനു ശേഷം പിന്നീട് നമുക്ക് തോന്നാൻ പാടില്ല നമ്മൾ ആർക്കൊക്കെയോ വേണ്ടിയാണ് ജീവിച്ച് നമ്മുടെ ജീവിതം തീർത്തതെന്ന്. നമുക്കും കൂടി വേണ്ടി ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം അർത്ഥവത്താവുന്നത് നമുക്കും കൂടി വേണ്ടി ജീവിക്കുമ്പോഴാണല്ലോ. നമ്മുടെ സ്വപ്നങ്ങൾക്കും കൂടി നമ്മൾ വില കൊടുക്കുമ്പോഴാണ് നമുക്ക് ജീവിതം പൂർണ്ണതയിലെത്തിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എത്ര വിഷമം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവനവന് വേണ്ടിയും കൂടി ജീവിക്കാനായിട്ട് മറന്നു പോകാതിരിക്കുക. പിന്നെ ഞാനിന്ന് എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഈ ഒരു ഹാളിൽ വരുന്ന, ഈ ഒരു ലിവിങ് റൂമിൽ വരുന്ന ജനലുണ്ടല്ലോ, വിൻഡോ, ഇവിടെ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പൊടി എപ്പോഴും പറ്റി പിടിക്കാറുണ്ട്. കാരണം തൊട്ടടുത്ത് ഈ ഒരു ഗ്രൗണ്ടാണല്ലോ. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പൊടികൾ വരുന്നതാണ്. ഡെയിലി ഒന്നും ഞാനിങ്ങനെ തുടയ്ക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെയാണ്. അതായത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഞാൻ ഈ ജനലിൻ്റെ ഗ്ലാസ് ഒന്ന് തുടച്ചിടുമെങ്കിലും ഈ സൈഡ് വരുന്ന പോർഷനിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാനിതിന് മുന്നേ 1-2 വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്താണ് ഗ്രില്ല് വെച്ചേക്കുന്നതെന്ന്. കാരണം ഗ്രൗണ്ടിൽ ഈ കുട്ടികൾ വന്നിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ബോൾ വന്ന് വീഴുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പുറത്ത് ഗ്ലാസ് വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഒരു ഐഡിയ ആണ്, അന്നേ നമ്മൾ വീട് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞാണ് ചെയ്യിപ്പിച്ചത്, പുറത്ത് ഗ്രില്ലും അകത്ത് ഗ്ലാസ് ഡോറും വരുന്ന രീതിയിൽ ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ലെങ്ത് ഉള്ള ഒരു ഡോറ്, അതായത് വിൻഡോ വയ്ക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ കാണത്തില്ലേ, അതുപോലെ അതായത് ലെങ്ത് ആയിട്ട്, അതായത് ഡോറിൻ്റെ അത്രയും ലെങ്ത് ഉള്ള ഒരു ഗ്ലാസ് ഡോറ് വയ്ക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ ആ ഒരു സ്റ്റെപ്പ് വരുന്നൊരു പോർഷൻ ആയതുകൊണ്ട് അത് പറ്റത്തില്ല, ചെറുതായിട്ട് വെച്ചാൽ മതിയെന്ന്. എന്നാലും അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ്. സാധാരണ നമ്മളെ വീട്ടിലുള്ള മറ്റ് ജനലുകളെക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ തന്നെയാണ് അവർ വെച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന മേസ്ത്രി കോൺട്രാക്ടർ പറഞ്ഞത് ലെങ്തായിട്ട് വെക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കുറച്ചും കൂടി നല്ല ഡോറിൻ്റെ ലെങ്ത് പോലെ കുറച്ച് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഡോറ് പോലെ വെച്ചിരുന്നെങ്കിൽ നല്ല ലുക്കായിരുന്നതിനെ കാണാനായിട്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റും കൂടി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു ചെറിയൊരു ടീപ്പ ഉണ്ടല്ലോ, ഇത് ഹസ്ബൻഡിൻ്റെ വല്യമ്മ തന്നതാണ്. വല്യമ്മയ്ക്ക് ഇവിടെ ചെന്നൈയിൽ നിന്ന് താമസം മാറിപ്പോയപ്പോൾ കുറച്ച് ഫർണിച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു നമ്മുടെ ഈ കൊച്ചു ടീപ്പോ. നല്ല രസമാണ് ഇത് ഇവിടെ ഇട്ടേക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കോളിൻ യൂസ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തത്. അതുപോലെ തന്നെ ജനലും കോളിൻ യൂസ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്തത്. ഞാൻ എപ്പോഴും കോളിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ നല്ല മഴ പെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാനിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം നല്ല മഴയുണ്ട്. വീഡിയോ ഇത് ഷൂട്ട് ചെയ്ത ദിവസം മഴയില്ല, നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ എന്തെങ്കിലും കൈയോടെ തന്നെ ആ ഒരു ഇൻവെർട്ടറിൻ്റെ പോർഷനും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല, കാരണം എനിക്ക് പേടിയാണ്. ഇൻവെർട്ടർ ബാറ്ററിയൊക്കെ ആണല്ലോ ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് ഡസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ചെറുതായിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവറും അതൊക്കെ ഒന്ന് ചുമ്മാതൊന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് എടുത്തതാണ്. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ, ഞാൻ തന്നെ ചെയ്തതാണ്. വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ചുമ്മാതിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കും ക്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് ഞാനങ്ങനെ ഇതിനൊന്നും സമയം മെനക്കെടുത്താറില്ല. എന്നോട് ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കണം, കുറച്ച് നേരം ഇതിനൊക്കെ സമയം കണ്ടുപിടിക്കാനായിട്ട്. അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മെയിൻ ഡോറും ഈ തൊട്ടടുത്ത റൂമിലുള്ള ഡോറും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ട് അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും വീണ്ടും പൊടിയാവാറുണ്ട്. അപ്പോൾ എന്തായാലും മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് ഡോറ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞളും കുങ്കുമൊക്കെ തൊടാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ റീസെൻ്റായിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തത് ദീപാവലിക്കാണ് ഡോറ് ക്ലീൻ ചെയ്തത്. ഫ്രണ്ട് ഡോറിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഡസ്റ്റൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് തുടച്ചിടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ നമ്മുടെ വാഷ് ബേസിനിലുള്ള കണ്ണാടിയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും ഓരോ സൈഡാണ് ക്ലീൻ ചെയ്യുന്നത്. എല്ലാം കൂടി വലിച്ചു വാരി ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടയേർഡായി പോവും. അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. 12:30 ആയപ്പോഴത്തേക്കും അവൾ വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയും കൂടി ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയും അതൊക്കെ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന അവിയലും രസവും ഇരിപ്പുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അങ്ങനെ 3 ഓംലെറ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി പുറത്ത് പോകാനായിട്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ നിവേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു Q&A ചെയ്യുമോയെന്ന്. അപ്പോൾ നിങ്ങളോട് ഞാനത് ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ശരിക്കും എൻ്റെ കാര്യങ്ങളും എൻ്റെ കഥകളും വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോ വഴി അറിയാവുന്നതാണല്ലോ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ, ചേച്ചി ഒരു Q&A ചെയ്യുമോയെന്ന്. അപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ Q&A ഞാൻ ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടേക്കാം. നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചാൽ മതി. ഏകദേശം എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് വരുന്ന കമൻസൊക്കെ ആണെങ്കിലും തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ കമൻസും വായിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോകാറുള്ളതാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു Q&Aയുടെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് Q&A പോലെ ഒരു വീഡിയോ ചെയ്തേക്കാം. അങ്ങനെ ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഹസ്ബൻഡും മോളും കഴിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തു. അപ്പോൾ ആമിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം കുളിപ്പിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും ഞാനും ആമിയെല്ലാം കുളിച്ച് റെഡിയായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് വേണ്ടിയിട്ട് അവിയലും രസവും മുട്ട വറുത്തതുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണ്, 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഭയങ്കര കംഫേർട്ടാണ്. മാത്രമല്ല കുറച്ച് നല്ലൊരു നമ്മുടെ കളറിന് കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് തോന്നിക്കും. എനിക്ക് ഈ വൈറ്റിൽ കോമ്പിനേഷൻ വരുന്ന കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ അത് ഏത് നിറത്തിലുള്ള ആൾക്കാർക്കും ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഡിസംബർ മാസം ഞങ്ങൾ ഒന്ന് നാട്ടിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളെ ഇങ്ങനെ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കൊണ്ടുപോയി ഷോപ്പിംഗ് ചെയ്യിക്കാറുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഇതുപോലത്തെ ഈ ഒരു ക്ലോത്തിൽ വരുന്ന മെറ്റീരിയലിലുള്ളൊരു ഷൂ മേടിച്ച് തരാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിച്ച് തരാമെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ എനിക്കും ആമയ്ക്കും ഒരേ കളറിലുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്കും മാമിക്കും ഇതുപോലെ ഒരേപോലത്തെ ഇത് ഷൂ ഇടണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് മേടിച്ചത് 400 രൂപയോ മറ്റോ ആണ്. എനിക്ക് വാങ്ങിയത് 500 റുപ്പീസാണ്. അപ്പോൾ ഇത് റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ഏതോ ഒരു കമ്പനി നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആവും തോന്നുന്നു, എനിക്കറിയില്ല. ചെരുപ്പിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നൊരു സാധാരണ ഒരു ചെറിയ കടയിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് നിർബന്ധിച്ചത് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഹസ്ബൻഡും കൂടി ഒരു ജോഡി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഹസ്ബൻഡിന് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വെറ്റ് ഷർട്ടും പിന്നെ സാധാരണ ഷർട്ടും എടുക്കാനാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് സ്ഥിരമായിട്ട് എടുക്കുന്ന കടയാണിത്. മാത്യു ഗാർമെൻറ്റ്സ് എന്ന് മറ്റാണ് എൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് ആണ് കൂടുതലും ഷർട്ട്സ് എടുക്കുന്നത്. പിന്നെ സ്റ്റുഡിയോയിൽ നിന്നും എടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് 1-2 ഡ്രസ്സ് എടുക്കണമായിരുന്നു, ആമിക്കും എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ജീൻസും പിന്നെ ഇതുപോലത്തെ സ്വെറ്റർ പോലത്തെ മോഡലിലുള്ള ടീഷർട്ടും സ്വെറ്ററും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജീൻസ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അളവിൻ്റെ ഒരു കാര്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ജീൻസ് ഇടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്കിൻ ഫിറ്റിൻ്റെ ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട്, ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400-500 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. 600 ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ 2 പാൻറ്റും അതുപോലെ തന്നെ ടീഷർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇടുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ഡിസ്കംഫേർട്ട് എനിക്ക് ആദ്യം ഫീൽ ചെയ്തു. പിന്നെ കുഴപ്പമില്ല, ഇട്ട് പിന്നെ വീട്ടിലൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് കംഫേർട്ടായിട്ടുണ്ട്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് കംഫേർട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ വന്നിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്, ഇത് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ അവരെയും കൊണ്ട്, ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അനിയനെ എല്ലാവരെയും കൊണ്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ആ സമയത്താണ് ഇവിടുത്തെ അച്ഛനിങ്ങനെ വയ്യാതായതും ഹോസ്പിറ്റലൈസ്ഡ് ആയതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വരാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഇപ്പോൾ അവരൊക്കെ ബിസി ആയിപ്പോയി. അച്ഛനാണെങ്കിലും ഒക്കെ ഓഫീസിൽ പോകുന്നു, ആർക്കും സമയമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് പോയിട്ട് വരാം, വേറൊരു ദിവസം അവരൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മിൽക്കിൻ്റെ പ്രോഡക്റ്റ്സാണ് കൂടുതലും വെക്കുന്നത്. ഷാർജ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചായ, അതെല്ലാം ഇത് പ്യുവർ പശുവും പാലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു. അത്ര അങ്ങോട്ട് നീറ്റ്നെസ് എനിക്ക് തോന്നിയില്ല. അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അച്ഛനെയൊക്കെ കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. എനിക്ക് ഈ ഒരു ഈച്ചയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കൊണ്ട് പുറത്ത് ഇതുപോലെ ഒരു ആനയുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാച്യു പോലത്തെ. അപ്പോൾ ആമിക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന്.
അപ്പോൾ നമ്മൾ കുറേ നാളായി പുറത്ത് സിനിമയ്ക്കൊക്കെ പോയിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പുറത്തൊന്നും അങ്ങനെ വലുതായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ആമിക്ക് നല്ല ഉറക്കം വന്നിരിക്കുവാണ്. അപ്പോൾ ഭയങ്കര ഒരു ഉറക്കത്തിൻ്റെ ഇതിലിരിക്കുവാണ്. വന്ന ഉടനെ തന്നെ അച്ഛനും മോൾക്കും ഇതുപോലെ കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. ബ്രേക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കൂടുതലും ഞങ്ങളിങ്ങനെ കോണാണ് മേടിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ രോഹിണി തിയേറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നസ്രിയയുടെ പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ ബേസിലിൻ്റെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിമിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിലിം നല്ല അടിപൊളി മൂവിയാണ്, നല്ല ത്രില്ലർ മൂവിയാണ് കേട്ടോ. നമ്മളെ ഓഡിയൻസിനെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ടൈപ്പിലുള്ള അങ്ങനത്തെ ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരം ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കണ്ടോ, ഞങ്ങൾ വരുന്ന വഴിയിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ആണെങ്കിലും ഇവിടുത്തെ അച്ഛനാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരും. അതായത് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ കറി ദോശ എന്ന് പറയും, ചിക്കൻ ദോശയാണ് ഞങ്ങൾ മേടിച്ചത്. അതും മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആമി അവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിരുന്ന് തന്നെ ഉറക്കമായിരുന്നു. അങ്ങനെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആമി ഒന്ന് വിളിച്ചുണർത്തി മുഖമൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ദേഹമൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി അടുത്ത് ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.